ഒരു കോമ്പൻസേഷൻ കേസ് കൊടുത്തു എന്ന് വിചാരിച്ചുകൊണ്ട് അതൊന്നും പെട്ടെന്ന് കോടതി അനുവദിക്കത്തില്ല. അത് വിശകലനം ചെയ്യേണ്ടിയിരിക്കുന്നു. പോലീസുകാരുടെ ഇൻവെസ്റ്റിഗേഷൻ പാളിപ്പോയി, അല്ലെന്നുണ്ടെങ്കിൽ പോലീസുകാർ അതിനകത്ത് ഡിസോണസ്റ്റ് ഇൻറ്റൻഷൻ കാണിച്ചു, അതൊക്കെ ഡിപ്പാർട്ട്മെൻറ്റ് നടപടിയിലേക്ക് പോകും. അവരെ പിരിച്ചുവിടാൻ കഴിയുമോ ഇല്ലയോ എന്ന് എനിക്ക് സംശയമാണ്. പരാതിക്കാരിയെ പ്രോസിക്യൂട്ട് ചെയ്യാൻ കഴിയില്ല. അത് മിസ്പ്ലേസ്ഡ് ആണ്, ഓർമ്മക്കുറവാണ്, എങ്ങനെയാണ് സംഭവിക്കാം, മിസ്റ്റേക്ക് ഓഫ് ഫാക്റ്റ് ആകാം. അവരുടെ മകളും അതിനനുസരിച്ച് മൊഴി കൊടുത്തിട്ടുണ്ടെങ്കിൽ അവരെ ഒന്നും ചെയ്യാൻ കഴിയില്ല. പോലീസിൻ്റെ അന്വേഷണത്തിൽ പാകപ്പിഴ സംഭവിച്ചിരിക്കുന്നു. അത് മനഃപൂർവ്വമാണോ അല്ലെങ്കിൽ ഇവരിൽ നിന്ന് പൈസ വാങ്ങിച്ചിട്ട് ഇവരെ കുരുക്കാനാണോ? കാരണം അവർ വന്നിട്ട് 2 ദിവസം ആയുള്ളൂ. തീർച്ചയായിട്ടും ഷാജഹാന് അയാൾ SHO ആണെങ്കിൽ ഇൻവെസ്റ്റിഗേഷൻ അറിയത്തില്ല. അത് ടെസ്റ്റ് ഐഡൻറ്റിഫിക്കേഷൻ പരേഡ് എന്താണെന്ന് അദ്ദേഹം ഇതുവരെ മനസ്സിലാക്കിയിട്ടില്ല. അദ്ദേഹം അത് പഠിച്ചിട്ടുമില്ല. അദ്ദേഹത്തിന് ട്രെയിനിങ് കൊടുത്ത ഉദ്യോഗസ്ഥന്മാർക്ക് ചിലപ്പോൾ അത് പഠിപ്പിക്കാതെ വിട്ടിട്ടുണ്ടാവും. ഇവിടെ ഈ 3 കുട്ടികളെ അവരെ തലയും മുണ്ടിട്ട് കൊണ്ടുവന്നത് ആ 3 പേരും അറിയപ്പെടുന്ന അവിടുത്തെ KSUവിൻ്റെ നേതാക്കന്മാരാണ്. അപ്പോൾ ആർക്കാണ് വട്ട് എന്ന് നമ്മൾ ചോദിക്കേണ്ടി വരും. അത് SHOയ്ക്ക് തന്നെയാണ് എന്ന് എനിക്ക് തോന്നുന്നത്. കാരണം അദ്ദേഹത്തിൻ്റെ പ്രവൃത്തി നിയമപരമല്ല. ഇയാൾ തന്നെയായിരുന്നു കുന്നമംഗലത്തെ SHO എന്നാണ് ഞാനിപ്പം മനസ്സിലാക്കുന്നത്. അപ്പോൾ അയാളുടെ രാഷ്ട്രീയ ചിന്ത, അയാളെ എന്തുകൊണ്ട് ആ SIയും മറ്റവരും ആ ഒരാളെ അവിടെ കൊണ്ടുപോയി ഭീകരമായിട്ട് മർദ്ദിക്കുന്ന സമയത്ത് അവിടുത്തെ SHOയെ പറ്റി ഇന്ന് വരെ ആരും, പത്രക്കാരോ അതുപോലെ മറ്റാരും അതേപ്പറ്റി ഒന്നും പറയുന്നില്ല. അയാൾക്കല്ലേ ഉത്തരവാദിത്വം, 1-ാം പ്രതി അയാളല്ലേ വരേണ്ടത്. തിരുവനന്തപുരം പേരൂർക്കടയിലെ വ്യാജമാല മോഷണ കേസിൽ 1 കോടി രൂപ നഷ്ടപരിഹാരം ആവശ്യപ്പെട്ട് അന്യായമായ തടവിൽ വെച്ച ബിന്ദു മനുഷ്യാവകാശ കമ്മീഷന് രേഖാമൂലം പരാതി കൊടുത്തിട്ടുണ്ട്. സർക്കാർ ജോലി നൽകണമെന്നും ആ പരാതിയിൽ അപേക്ഷയുണ്ട്. സാറേ, ഇതിനെ എങ്ങനെയാണ് നോക്കിക്കാണുന്നത് ബിന്ദുവിന്റെ ഈ ഒരു നീക്കത്തെ? അതെന്തായാലും ലിറ്റിഗേഷൻ പോവും. അത് പെട്ടെന്നൊരു നടപടി ആ പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ എടുക്കാൻ കഴിയില്ല. ഒരു മാല നഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞിട്ട് ഒരു കേസ് കൊടുക്കാനായിട്ട് ആ വീട്ടുടമസ്ഥയ്ക്ക് അവകാശമുണ്ട്. നഷ്ടപ്പെടുകയും ചെയ്തു. പക്ഷേ അത് മിസ്പ്ലേസ്ഡ് ആയിരുന്നു എന്ന് പിന്നീട് കണ്ടെത്തിയെന്നാണ് ക്രൈംബ്രാഞ്ച് പറയുന്നത്. എന്തായാലും വളരെ ദുരൂഹമാണ്. അതിനകത്ത് ഒരു കോമ്പൻസേഷൻ കേസ് കൊടുത്തു എന്ന് വിചാരിച്ചുകൊണ്ട് അതൊന്നും പെട്ടെന്ന് കോടതി അനുവദിക്കത്തില്ല. അത് വിശകലനം ചെയ്യേണ്ടിയിരിക്കുന്നു. ആ ക്രൈംബ്രാഞ്ച് റിപ്പോർട്ട് അനുസരിച്ച് അത് കോടതിയിൽ ആ പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരായിട്ട് എന്ത് കേസാണ് കൊടുക്കാൻ പോകുന്നതെന്ന് നമുക്കറിയില്ല. കൊടുക്കട്ടെ, അവർക്കെതിരായിട്ട് എന്തെങ്കിലും നടപടി എടുക്കുന്നുണ്ടോ, വ്യാജമായി ഒരാളെ പ്രതി ചേർത്തു എന്നാണ് വരാൻ പോകുന്നത്. പക്ഷേ അത് എത്രത്തോളം സക്സസ്ഫുള്ളായി മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ഒരു മാല നഷ്ടപ്പെട്ടത് അവർക്ക് പറയാനുള്ള അവകാശമുണ്ട്. അത് അവർ പറഞ്ഞിരിക്കുന്നു. അതിനകത്ത് പോലീസുകാരുടെ ഇൻവെസ്റ്റിഗേഷൻ പാളിപ്പോയി, അല്ലെന്നുണ്ടെങ്കിൽ പോലീസുകാർ അതിനകത്ത് ഡിസോണസ്റ്റ് ഇൻറ്റൻഷൻ കാണിച്ചു, അതൊക്കെ ഡിപ്പാർട്ട്മെൻറ്റ് നടപടിയിലേക്ക് പോകും. അവരെ പിരിച്ചുവിടാൻ കഴിയുമോ ഇല്ലയോ എന്ന് എനിക്ക് സംശയമാണ്. സാർ, ഈ പേരൂർക്കട സ്റ്റേഷനിൽ നടന്ന പോലീസ് തിരക്കഥയാണ് ബിന്ദുവിനെതിരായ കേസ് എന്നാണ് അന്വേഷണ റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നത്. ആ റിപ്പോർട്ട് എങ്ങനെയാണ്? സ്വർണ്ണമാല സോഫയുടെ അടിയിൽ നിന്നും കിട്ടിയെന്ന കാര്യം ഓമന ഡാനിയലും മകൾ നിധി ഡാനിയലും SI പ്രസാദിനോട് പറഞ്ഞിരുന്നു. ബിന്ദുവിനെതിരെ കേസെടുത്തതിനാൽ മാല കിട്ടിയ കാര്യം പുറത്തു പറയരുത് എന്ന് SI പറഞ്ഞു. ചവർക്കൂനിയിൽ നിന്നും കിട്ടിയെന്ന് പറയാൻ SI പറഞ്ഞുവെന്നാണ് ഇതിൽ പരാമർശിച്ചിരിക്കുന്നത്. ഇതിനുശേഷമാണ് ഓമന ഡാനിയൽ മൊഴി നൽകിയത്. കേസില്ല എന്ന് എഴുതി വാങ്ങുകയും ചെയ്തു. ഒരു ഗ്രേഡ് SI എഴുതി തന്ന മൊഴിയിൽ ഒപ്പിടുക മാത്രമാണ് ചെയ്തത് എന്നാണ് മകൾ നിധി ഡാനിയൽ പറഞ്ഞിരിക്കുന്നത്. ഗ്രേഡ് SI എഡിനാണ് മൊഴി എഴുതി തയ്യാറാക്കിയത് എന്നും ഈ അന്വേഷണ റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. ശരിക്കും എന്ത് നടപടിയാണ് ഈ പേരൂർക്കട സ്റ്റേഷനിലെ ബിന്ദുവിനെ നോവിച്ച പോലീസുകാർക്കെതിരെ സ്വീകരിക്കേണ്ടത്? അല്ല, ഒരു കേസിൻ്റെ ഇൻവെസ്റ്റിഗേഷൻ സമയത്ത് സാക്ഷികളുടെ മൊഴി വാങ്ങിച്ച് ഒപ്പിടുന്ന ഒരു ചരിത്രം ക്രിമിനൽ പ്രൊസീജിയർ കോഡിലില്ല. പിന്നെ ഒപ്പിട്ട് വാങ്ങിച്ചതെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. അതൊക്കെ ഒരു പെറ്റീഷൻ എൻക്വയറിയുടെ ഭാഗമായിരിക്കാം. പക്ഷേ ഒരു ക്രിമിനൽ കേസ് എടുത്തു കഴിഞ്ഞാൽ ആ വാദിയുടെ മാത്രമേ ഒപ്പ് വാങ്ങിക്കുകയുള്ളൂ. അവരുടെ തന്നെ അഡീഷണൽ ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ് എടുത്താൽ അതിന് ഒപ്പ് വാങ്ങാൻ പാടില്ല. സാക്ഷികളുടെ ആരെയും ഒപ്പ് വാങ്ങാൻ പാടില്ല. മഹസർ എഴുതുമ്പോൾ മഹസർ ആൾക്കാരെ മാത്രം ഒപ്പിടിയിക്കാം. അല്ലാതെ സാക്ഷികളുടെ ആരെയും സ്റ്റേറ്റ്മെൻറ്റിൽ പോലീസ് ഒപ്പിടാൻ അത് ക്രിമിനൽ പ്രൊസീജിയർ കോടതിന് വിരുദ്ധമാണ്. പക്ഷേ അങ്ങനെ ഒരു നടപടി ഉണ്ടാവില്ല എന്ന് ഞാൻ കരുതുന്നത്. കാരണം അവരെ സ്റ്റേറ്റ്മെൻറ്റ് റെക്കോർഡ് ചെയ്തിട്ടുണ്ടാവും. പക്ഷേ ഒരു ആല കാണാതെ പോയി എന്ന് പറഞ്ഞ് പുതിയൊരു ജോലിക്കാരി അവിടെ വന്നപ്പം സംശയം തോന്നാം. അങ്ങനെ ഒരു പരാതി കൊടുത്തു. അത് പോലീസ് വ്യക്തമായിട്ട് അതിൻ്റെ അന്വേഷണം നടത്തിയില്ല, പാകപ്പിഴ സംഭവിച്ചിരിക്കുന്നു എന്നുള്ളതാണ് മനസ്സിലാകുന്നത്. അതുകൊണ്ട് ആ പരാതിക്കാരിയെ പ്രോസിക്യൂട്ട് ചെയ്യാൻ കഴിയില്ല. അത് മിസ്പ്ലേസ്ഡ് ആണ്, ഓർമ്മക്കുറവാണ്, എങ്ങനെയാണ് സംഭവിക്കാം, മിസ്റ്റേക്ക് ഓഫ് ഫാക്റ്റ് ആകാം. അവരുടെ മകളും അതിനനുസരിച്ച് മൊഴി കൊടുത്തിട്ടുണ്ടെങ്കിൽ അവരെ ഒന്നും ചെയ്യാൻ കഴിയില്ല. പോലീസിൻ്റെ അന്വേഷണത്തിൽ പാകപ്പിഴ സംഭവിച്ചിരിക്കുന്നു. അത് മനഃപൂർവ്വമാണോ അല്ലെങ്കിൽ ഇവരിൽ നിന്ന് പൈസ വാങ്ങിച്ചിട്ട് ഇവരെ കുരുക്കാനാണോ? കാരണം അവർ വന്നിട്ട് 2 ദിവസം ആയുള്ളൂ. അവർക്കിപ്പോൾ അവിടെ ഒരു സ്കൂളിൽ എങ്ങാണ്ട് ലാസ്റ്റ് ഗ്രേഡ് ജീവനക്കാർ അല്ലെങ്കിൽ ആ സ്കൂളിലെ
ലാസ്റ്റ് ഗ്രേഡ് ജീവനക്കാരി എന്ന രീതിയിൽ ഒരു ജോലിയും ലഭിച്ചിട്ടുണ്ട്. എന്തായാലും അവർക്ക് അവമാനം ഉണ്ടായി, അത് തീർച്ചയാണ്. അവർ പ്രത്യേകിച്ച് ഒരു പാവപ്പെട്ട ഹരിജൻ സ്ത്രീയാണ്. അവരെ വെറുതെ അവരുടെ പേര് കുറ്റാരോപണം നടത്തി എന്നാണ് ക്രൈംബ്രാഞ്ച് കണ്ടെത്തിയിരിക്കുന്നത്. അതെന്തായാലും ഡാമേജിങ് തന്നെ. പക്ഷേ അത് ഒരു കേസുമായിട്ട് ബന്ധപ്പെട്ട് മനഃപൂർവ്വം അവരെ കുരുക്കിയത് എന്ന് തെളിയിച്ചു കഴിഞ്ഞാൽ മാത്രമേ ഒരു ഡാമേജിലേക്ക് പോവുള്ളൂ. ഇൻവെസ്റ്റിഗേഷനിൽ ചിലപ്പം പ്രതികൾ ചിലപ്പം അവരെ സംശയിക്കാം, ഇവരെ സംശയിക്കാം, മാറി മാറിയൊക്കെ വരാം. ആ രീതിയിലുള്ള ഒരു ഇൻവെസ്റ്റിഗേഷൻ അല്ലാതെ വെറുതെ അവരെ അവമാനിച്ചെന്ന് പറയാനൊക്കെ. അതുകൊണ്ട് നിയമപരമായിട്ട് അതിന് ലീഗലായിട്ട് ഫൈറ്റ് ചെയ്തും 1 കോടി ഡാമേജ് സൂട്ട് കൊടുത്തെന്ന് വിചാരിച്ചുകൊണ്ട് ആ 1 കോടി രൂപ ഒന്നും കിട്ടാനുള്ള സാധ്യത വളരെ ചുരുക്കമാണ്. സാർ, മറ്റൊരു കാര്യമുള്ളത്, ഈ KSU നേതാക്കളെ കോടതിയിൽ ഹാജരാക്കുമ്പോൾ മുഖം മറച്ച് കൈവിലങ്ങുകൾ ധരിപ്പിച്ച വടക്കാഞ്ചേരി സ്റ്റേഷൻ ഹൗസ് ഓഫീസർ ഷാജഹാനെ സ്ഥലം മാറ്റിയിട്ടുണ്ട്. ഈ ഒരു സ്ഥലം മാറ്റൽ മാത്രം മതിയോ, അദ്ദേഹത്തിനെതിരെ മറ്റെന്തെങ്കിലും നടപടി വേണോ? ഈ നടപടി പോരാ. തീർച്ചയായിട്ടും ഷാജഹാന് അയാൾ SHO ആണെങ്കിൽ ഇൻവെസ്റ്റിഗേഷൻ അറിയത്തില്ല. ടെസ്റ്റ് ഐഡൻറ്റിഫിക്കേഷൻ പരേഡ് എന്താണെന്ന് അദ്ദേഹം ഇതുവരെ മനസ്സിലാക്കിയിട്ടില്ല. അദ്ദേഹം അത് പഠിച്ചിട്ടുമില്ല. അദ്ദേഹത്തിന് ട്രെയിനിങ് കൊടുത്ത ഉദ്യോഗസ്ഥന്മാർക്ക് ചിലപ്പോൾ അത് പഠിപ്പിക്കാതെ വിട്ടിട്ടുണ്ടാവും. ഇദ്ദേഹം തോന്നുന്ന പോലെ അത് മിസ്ഇൻറ്റർപ്രറ്റ് ചെയ്തു. അത് കുറ്റകരമാണ്. കാരണം ടെസ്റ്റ് ഐഡൻറ്റിഫിക്കേഷൻ പരേഡ് ഏത് സന്ദർഭത്തിലാണ് എടുക്കുന്നതെന്ന് അദ്ദേഹത്തിനും ഇതുവരെ വ്യക്തമല്ല. അതുകൊണ്ട് ആ രാഷ്ട്രീയപരമായ അങ്ങോട്ടും ഇങ്ങോട്ടും കുട്ടികൾ വഴക്കുണ്ടാക്കും, അടിയുണ്ടാക്കും, അതിന് കേസെടുക്കും. അത് ഒരു ക്രിമിനൽ കുറ്റം ചിലപ്പോൾ അവർ ചാർത്താം. പക്ഷേ വളരെ ക്രൂരരായ കള്ളന്മാരും കൊള്ളക്കാരും അവർ ചെയ്യുന്ന പ്രവൃത്തിക്കാണ് സാധാരണഗതിയിൽ അവരെ തിരിച്ചറിയാൻ വേണ്ടിയിട്ടാണ് ടെസ്റ്റ് ഐഡൻറ്റിഫിക്കേഷൻ പരേഡ് നടത്തുന്നത്. ഇവിടെ ഈ 3 കുട്ടികളെ അവരെ തലയിൽ മുണ്ടിട്ട് കൊണ്ടുവന്നത് ആ 3 പേരും അറിയപ്പെടുന്ന അവിടുത്തെ KSUവിൻ്റെ നേതാക്കന്മാരാണ്. അപ്പോൾ ആർക്കാണ് വട്ട് എന്ന് നമ്മൾ ചോദിക്കേണ്ടി വരും. അത് SHOയ്ക്ക് തന്നെയാണ് എന്ന് എനിക്ക് തോന്നുന്നത്. കാരണം അദ്ദേഹത്തിൻ്റെ പ്രവൃത്തി നിയമപരമല്ല. അത് ടെസ്റ്റ് ഐഡൻറ്റിഫിക്കേഷൻ പരേഡ് പോലീസിൽ ഇൻവെസ്റ്റിഗേഷൻ സമയത്ത് എടുക്കാനും ക്രിമിനൽ പ്രൊസീജിയർ പറയുന്നത് വേറെ ചില സന്ദർഭത്തിലാണ്. ഇവിടെ അറിയപ്പെടുന്ന കുട്ടികളാണ് വാദികൾ, അറിയപ്പെടുന്ന കുട്ടികൾ തന്നെയാണ് പ്രതികൾ. അതിനകത്ത് എവിടെയാണ് ടെസ്റ്റ് ഐഡൻറ്റിഫിക്കേഷൻ നടത്തേണ്ട ആവശ്യകത എന്ന് അദ്ദേഹം കോടതി ബോധ്യപ്പെടുത്തിയിട്ട്, പക്ഷേ കോടതിക്ക് തന്നെ അത് മനസ്സിലായി. ഇത് മനഃപൂർവ്വം രാഷ്ട്രീയപരമായി ആ കുട്ടികളെ തേജോവധം ചെയ്യാൻ മനഃപൂർവ്വം ചെയ്തതാണെന്ന് കോടതിക്ക് മനസ്സിലായി, നിയമപാണ്ഡിത്യമുള്ളവർക്കും മനസ്സിലായി. അത് തന്നെയല്ല, ഇയാൾ തന്നെയായിരുന്നു കുന്നമംഗലത്തെ SHO എന്നാണ് ഞാനിപ്പം മനസ്സിലാക്കുന്നത്. അപ്പോൾ അയാളുടെ രാഷ്ട്രീയ ചിന്ത, അയാളെ എന്തുകൊണ്ട് ആ SIയും മറ്റവരും ആ ഒരാളെ അവിടെ കൊണ്ടുപോയി ഭീകരമായിട്ട് മർദ്ദിക്കുന്ന സമയത്ത് അവിടുത്തെ SHOയെ പറ്റി ഇന്ന് വരെ ആരും, പത്രക്കാരോ അതുപോലെ മറ്റാരും അതേപ്പറ്റി ഒന്നും പറയുന്നില്ല. അയാൾക്കല്ലേ ഉത്തരവാദിത്വം. 1-ാം പ്രതി അയാളല്ലേ വരേണ്ടത്. അവിടുത്തെ SI അല്ല 1-ാം പ്രതി വരേണ്ടത്. അവിടുത്തെ SHO ആരായിരുന്നു ആ മഹാൻ? ഇയാളായിരുന്നെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്.